Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ fifth modules complete ആയിരുന്നു അല്ലെ? Fifth moduleലെ മിസ്സിന്റെ 2 chapters ആയിരുന്നു. അപ്പൊ അതിലെ അക്രഡിറ്റേഷന്റെ ലാസ്റ്റ് ഭാഗവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ ഇത്? Yes, ma'am. Okay. Next, sixth module chapter start ചെയ്യാണ് കേട്ടോ. ഇതിലെ 2 chapters ആണ് മിസ്സിനുള്ളത്. First one general forms in hospitals, second one hospital planning ആണ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരുപാട് ക്ലാസ് ഒന്നും വേണ്ട, നമുക്ക് ചിലപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്ലാനിങ് ഒരു ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, അത് ഇതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പൊതുവായിട്ടുള്ള കുറച്ച് ഫോമുകളെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്തൊക്കെ ഫോംസ് ആണ്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കുറെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറില്ലേ? രജിസ്ട്രേഷൻ ഫോമുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഫോമുകൾ, കൺസേൺ ഫോമുകൾ അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഫോംസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊതുവായിട്ടുള്ള ഫോമുകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എല്ലാ ഫോംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, കുറച്ച് ഫോംസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകളും പഠിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഓരോ ഫോംസിന്റെയും ഒരു മോഡൽ പോലെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ ഫോം ആണ്. നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിൽ പോകും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരോട് നമ്മൾ അവർ ചോദിക്കും അല്ലെ, പുതിയതായിട്ടുള്ള ആളാണോ, ഓൾറെഡി ഇവിടെ നമുക്ക് ഇതാണ് റെക്കോർഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ലേ? ചോദിക്കില്ലേ? ചോദിക്കോ? അപ്പൊ അവര് എന്ത് പറയും? ഇപ്പൊ നമ്മൾ പുതിയതായിട്ടാണ് എങ്കിൽ അവർ എന്താ പറയാ? ഒരു ഫോം തരും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫോം ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫോം തരും അല്ലെ. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയും. നമ്മളോട് തന്നെ പറയുന്നത് അല്ലെ, ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തന്നെയല്ലേ ചെയ്ത് കൊടുക്കുക. ഇനി പറ്റാത്തവരാണ് അല്ലെങ്കിൽ അതിന് അധികം അറിയില്ലാത്ത പ്രായമായവരൊക്കെ ആണെങ്കിൽ അതിനവരെ സഹായിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക? എന്തൊക്കെ കാര്യങ്ങൾ ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെ, നെയിം, അഡ്രസ്, പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യും? നെയിമും അഡ്രസ്സും ഓക്കെ, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ അതുപോലെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുക അല്ലെ. അതെ, ഓക്യുപേഷൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി വരും, മെഡിക്കൽ ഹിസ്റ്ററീസ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നിലവിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ കഴിക്കുന്നതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അലർജീസ് ഉണ്ടോ, അതെ മാരേജ് ഉണ്ടോ അല്ലെ, ഏതാണ് മാരേജ് സ്റ്റാറ്റസ്, എങ്ങനെയാണ്, സിംഗിൾ ആണോ മാരീഡ് ആണോ അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു രജിസ്ട്രേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ്, ആ ഒരു ഫോമിന്റെ ബേസിസിലാണ് അവിടെ നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്
അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും ആ ഒരു രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു എന്തെങ്കിലും എന്താണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ അവിടെ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അത് എഴുതി കൊടുക്കാറുണ്ട്. അതിന്റെ പോളിസി നമ്പർ, ആരാണ് പോളിസി ഹോൾഡർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ഇതിന്റെ ഒക്കെ ബേസിസിൽ, ആ ഒരു ഫോമിന്റെ ബേസിസിലാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട്. അതിനനുസരിച്ച് നമുക്കൊരു യൂണിക് ഐഡിയും നമ്പറും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമില് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ആ ഒരു ഫോമിന്റെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ is a complex process that requires a considerable amount of preliminary patient input, that including collection of patient demographic information, that including personal and contact information, and the patient referral or appointment scheduling, collection of patient health history. But ഇവിടെ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അവരിൽ നിന്ന് ആരായണം. ആ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണം. അതിനനുസരിച്ച് നമ്മൾ അവരുടെ ആ ഓരോ കാര്യങ്ങളും രജിസ്ട്രേഷൻസ്, ഇപ്പൊ പേഷ്യൻസ് റെഫറലുമായി ബന്ധപ്പെട്ടാണോ വന്നിരിക്കുന്നത്, റെഫറുമായി ബന്ധപ്പെട്ടാണോ വന്നിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോയിന്റ്മെന്റ് ആവശ്യമാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഡോക്ടേഴ്സിനോട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു കോംപ്ലക്സ് പ്രക്രിയയാണ് ശരിക്കും പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. That requires a considerable amount of preliminary patient data input. അല്ലെ? അപ്പൊ എപ്പോഴും ഒരു പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നമുക്കൊരു ഒരു മതിയായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് പ്രിലിമിനറി പേഷ്യന്റ് ഡേറ്റ ഇൻപുട്ട് വേണം. അതായത് പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ എന്താ, നോൺ ക്ലിനിക്കൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ പറയാ, നോൺ ക്ലിനിക്കൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ, ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ആൻഡ് കോണ്ടാക്ട് ഇൻഫർമേഷൻസ് അല്ലെ? അവരുടെ പേര്, ആ പേഷ്യൻസിന്റെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പേഷ്യൻസ് റെഫറലുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് ഡോക്ടറിനാണോ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കളക്ഷൻ ഓഫ് പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുകയും അത് നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് അല്ലെ? ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു യൂണീക്ക് ഐഡിയും പേഴ്സണൽ നമ്പറും ഒക്കെ തരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഐഡി വെച്ചിട്ട് നമുക്ക് പിന്നെ എപ്പോ വേണമെങ്കിലും ഈ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അതേസമയം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. അപ്പൊ ഇതില് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക, പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ്, അതായത് പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, അതോടൊപ്പം തന്നെ അതിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റഫറലോ കാര്യങ്ങളോ ആയിട്ടാണോ വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഡോക്ടേഴ്സിനെയാണോ അവർക്ക് കൺസൾട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി താഴെ പറയുന്നത് കുറച്ചൊരു ഫോമിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ. ഒരു ഫോമിന്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം മെഡിക്കൽ പ്രാക്ടീസ് നെയിം, ഏത് ഡോക്ടർ ഏതാണ് നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസ് നെയിം ചോദിക്കും. ഇപ്പൊ ഹോസ്പിറ്റലാണ്, ഏത് ഹോസ്പിറ്റലാണെങ്കിൽ അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഫോമിൽ ഉണ്ടാവും. അതുപോലെ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ ഫോം ആണിത്. അതിൽ നമ്മുടെ നെയിം കൊടുക്കുക, നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, ഏത് സിറ്റി ആണ്, അതുപോലെ ഏത് സ്റ്റേറ്റ് ആണ്, അതിന്റെ പിൻകോഡ്, അങ്ങനെയുള്ള നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സ്, നമ്മുടെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പറുകള്, ഇമെയിൽ അഡ്രസ്സുകള്, നമ്മുടെ ഒക്യുപേഷൻ എന്താണ്, എംപ്ലോയർ ആണോ, അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ, സിംഗിൾ ആണോ, ഡിവോഴ്സ്ഡ് ആണോ, വിഡോൾഡ് ആണോ, ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്പോസിന്റെ നെയിം,
അതുപോലെ എമർജൻസി കോണ്ടാക്ട്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കോണ്ടാക്ട് വേണമെങ്കിൽ ആരും കോണ്ടാക്ട് ചെയ്യണം. അത് ആരും നമ്മളുമായുള്ള പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ഫോൺ നമ്പർ കൊടുത്താളുടെ ആളുമായിട്ട് ആ ഒരു പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എമർജൻസി കോണ്ടാക്ട് ഫോൺ നമ്പർ വേണമെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ മൈനർ അണ്ടർ ദി ഏജ് ഓഫ് 18, പ്ലീസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ദ പേഷ്യന്റ് ഓർ ലീഗൽ ഗാർഡിയൻ. അപ്പൊ പേഷ്യൻസ് ഒരു 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് അവരുടെ പാരന്റിന്റെയോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗാർഡിയൻ ആരാണോ അവരുടെ പേരും ഫോൺ നമ്പറും കൂടി കൊടുത്തിരിക്കണം. ഇത്രയും പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ആണ്, പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. പേര്, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്യുപേഷൻ, അതുപോലെ ഇമെയിൽ അഡ്രസ്, മാരേജ് സ്റ്റാറ്റസ്, സ്പൗസ്, എമർജൻസി കോണ്ടാക്ട് നമ്പേഴ്സ്, അവരുമായിട്ടുള്ള റിലേഷൻ. അതുപോലെ ഇപ്പോ ഒരു പേഷ്യന്റ് 18 വയസ്സിൽ താഴെയാണ്, അവരുടെ പ്രായം ഒരു മൈനർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പാരന്റിന്റെയോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗാർഡിയന്റെയോ പേരോ അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിരിക്കണം. ഇത്രയും പേഷ്യൻസിന്റെ ഇൻഫർമേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഇൻഷുറൻസ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇൻഷുറൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ID നമ്പർ ഉണ്ടാവും അല്ലെ. ആ ഒരു ID നമ്പർ, ഏത് പ്ലാൻ ആണ്, ഏത് ഗ്രൂപ്പ് ആണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, ആ പോളിസി ഹോൾഡറുടെ നെയിം ആരാണ്, ചിലപ്പോൾ പോളിസി ഹോൾഡറുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, പോളിസി ഹോൾഡേഴ്സ് എംപ്ലോയർ ആണോ, റിലേഷൻഷിപ്പ് ടു ദ പേഷ്യന്റ്. ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോ ഒരു പോളിസി ഹോൾഡർ ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ ചിലപ്പോ ഫാദറിന്റെ പേരിലായിരിക്കും ആ ഒരു പോളിസി ഹോൾഡർ എന്ന് പറയുന്നത്, ചിലപ്പോൾ അച്ഛന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേഷ്യന്റിനോടുള്ള ആ ഒരു പോളിസി ഹോൾഡറിലെ റിലേഷൻഷിപ്പ് എന്താണ്. അവർക്ക് തന്നെയാണെങ്കിൽ അത് പ്രശ്നമില്ല, വേറൊരാൾക്ക് അവരുടെ ഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് കൂടി മെൻഷൻ ചെയ്യണം. അതുപോലെ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആരാണ്, അത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ, പ്രിഫേർഡ് ഫാർമസി, ഈ ഒരു ഇൻഷുറൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഫാർമസി ഏതാണ്, ഫാർമസിയുടെ ഫോൺ നമ്പർ. ഇത്രയും കാര്യങ്ങൾ ഇൻഷുറൻസ് ഇൻഫർമേഷൻസ് ആണ്. അവർക്കൊരു ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് ആ ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉടനീളം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകും. അപ്പൊ അതിനനുസരിച്ച് കമ്പനിയുടെ നെയിം, ഏത് പോളിസിയാണ്, പോളിസി ഹോൾഡർ, അതിന്റെ ID നെയിം, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അത് നെക്സ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതില് റീസൺ ഫോർ വിസിറ്റ് ആണ് ആദ്യം ചോദിക്കുക. എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സന്ദർശിക്കാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ അസുഖങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴാണ് നമ്മൾ സന്ദർശിക്കുക. അങ്ങനെ എന്ത് കാരണത്താലാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്? Then please list any current or past medical problems and approximate dates. ഇനി നിലവില് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട അല്ലെ, നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ നിലവിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അല്ലെ, ചോദിക്കാറില്ലേ? അവിടെ ഉള്ള സ്റ്റാഫുകൾ ചോദിക്കും അല്ലെ, ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, അതേസമയം ഇത് ഫിൽ ചെയ്യുന്ന സമയത്തും ചോദിക്കും. അപ്പൊ ചോദിക്കും എന്തെങ്കിലും നിലവിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നിലവിൽ മുൻപ് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അത് ചോദിക്കാറുണ്ട് അല്ലെ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഏകദേശ ഡേറ്റ്, എത്ര മാസം മുൻപാണ് അല്ലെങ്കിൽ എത്ര വർഷം മുൻപാണ് അത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശ ഡേറ്റും കൂടി സൂചിപ്പിക്കുക. അതുപോലെ തന്നെ പ്ലീസ് ലിസ്റ്റ് ഓൾ കറന്റ് മെഡിക്കേഷൻസ് ഡോസേജ് ആൻഡ് ഡ്യൂറേഷൻ. ഇപ്പൊ നിലവിലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നുകള് അതിന്റെ ഡോസേജ്, ഒരു ദിവസം എത്ര നേരമാണ് കഴിക്കുന്നത്, എത്ര ഡ്യൂറേഷനിലാണ് നമ്മൾ കഴിക്കുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ ലെവൽസ്, ഷുഗറിന്റെ ഒക്കെ മരുന്നുകൾ കഴിക്കുന്ന ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ നിലവില് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും, അതുപോലെ തന്നെ തൈറോയിഡുമായി ബന്ധപ്പെട്ടൊക്കെ മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അത് അങ്ങനെയുള്ള മെഡിസിൻസ് ഏതൊക്കെയാണ് കഴിക്കുന്നത് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഡോസേജ് എത്രയാണ്, എത്ര ഡ്യൂറേഷനിലാണ് നമ്മളത് കഴിക്കുന്നത് എന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അതുപോലെ തന്നെ പ്ലീസ് ലിസ്റ്റ് എനി അലർജീസ് ടു മെഡിക്കേഷൻസ്. ഇനി എന്തെങ്കിലും മരുന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്
കൃത്യമായിട്ട് അതിന്റെ പേരുകൾ അറിയാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് എഴുതുക. പിന്നെന്താ, നമുക്ക് സ്ഥിരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അവർക്ക് ഇന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട് അലർജീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇന്ന മരുന്നുകൾക്കാണ്, മെഡിസിൻസിനാണ് നമുക്ക് അലർജി ഉള്ളതെന്ന് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ഇത് കാരണത്താലാണ് നമ്മൾ ഇവിടെ സന്ദർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏകദേശ ഡേറ്റ് എന്നൊക്കെ ആയിട്ട് വരും. അതുപോലെ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ, അതിന്റെ ഡോസേജ്, എത്ര ഡ്യൂറേഷനായി നമ്മൾ കഴിക്കുന്നത്, അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും മരുന്നുകളുമായി ബന്ധപ്പെട്ട അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതൊരു ജനറൽ, ഇതിൽ നിന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോം ഇന്നതാണ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് ഒരു ഫോമിന്റെ ഡീറ്റെയിൽസ്. ഈ ഫോമിന്റെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതേസമയം ആദ്യത്തെ ആ ഒരു പാരഗ്രാഫുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് ചെയ്യണേ. ആ ഒരു പാരഗ്രാഫ് നോട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. എല്ലാത്തിന്റെയും ഫോമുകളിലെ പറയുന്ന ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിക്ചേഴ്സ് നിങ്ങളൊന്ന് വായിച്ചാൽ, ഫോംസ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് വണ്ണാണ് ഫോം സി. ഇത് കേട്ടിട്ടുണ്ടോ? ഫോം സി അല്ലെങ്കിൽ സി ഫോം എന്ന് പറയും. ഫോം സി അല്ലെങ്കിൽ സി ഫോം ഫോർ ഇൻ പേഷ്യൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. The hospitals are also legally bound to provide particulars of such foreigners in the prescribed C form to the FRRO Delhi. അപ്പൊ ഇവിടെ സി ഫോം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടതാണ് അറിയോ? ആരുമായി ബന്ധപ്പെട്ടതായിരിക്കാം? ഫോറിനേഴ്സ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫോറിനേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോം ആണ് സി ഫോം അല്ലെങ്കിൽ ഫോം സി എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽസ് എല്ലാം ആർ ഓൾസോ ലീഗലി ബൗണ്ട് ടു പ്രൊവൈഡ് particulars of such foreigners in the prescribed C form to the FRRO Delhi. അപ്പൊ FRRO ഡൽഹി എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അപ്പൊ ഡൽഹിയിലുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസില് സി ഫോംസ്, അതായത് ഏത് ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാലും നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് ഈ പറയുന്ന ഫോറിനേഴ്സ് ഇങ്ങനെ ട്രീറ്റ്മെന്റിലായി വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ആ FRRO ഡൽഹിക്ക് റിപ്പോർട്ട് ചെയ്യുക. എന്തിലൂടെ? സി ഫോമിലൂടെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ഇനി ആ ഒരു FRRO ഡൽഹിയുടെ സ്റ്റാൻഡേർഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. FRROയുടെ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അത് കൊടുത്തിട്ടില്ല. അപ്പൊ FRROയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേ. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഫോറിനേഴ്സ് റീജിയണൽ registration office. Foreigners Regional Registration Office. Foreigners Regional Registration Office. Foreigners Regional Registration Office. കിട്ടിയോ? ഓക്കെ,
അപ്പൊ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ആ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷനും ഈ ഒരു ചാപ്റ്ററിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. കാരണം ഒരുപാട് നമുക്ക് പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് കുറെ ഈ പറഞ്ഞ പോലെ ഓരോ ഫോംസിന്റെയും പിക്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഉള്ളത് വൃത്തിയാണ്. ഒരു 5-6 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അതുള്ളത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ് ഓഫീസ്. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു ഫോറിനർ എന്തൊരു കാര്യത്തിനും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഏതൊരു സർവീസിന് വേണ്ടി വന്നാലും ആ ഹോസ്പിറ്റലിലെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യസ്ഥതയാണ് സി ഫോം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. എവിടേക്ക് സി ഫോം സബ്മിറ്റ് ചെയ്യുക? FRRO ഡൽഹി അല്ലെങ്കിൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യസ്ഥതയാണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Okay. Then second point, it is the duty of the hospital authority to advise the foreigner patients either admitted in the hospital or taking treatment by staying outside the hospital to get himself or herself registered with the FRRO Delhi and also to send their C form. But നമ്മുടെ ഹോസ്പിറ്റലുകള് സി ഫോംസ് സെൻഡ് ചെയ്യണം. അത് കൂടാതെ അവിടെ വരുന്ന ആ ഹോസ്പിറ്റലിലെ ഫോറിനേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വരുമല്ലോ. അത് ചിലപ്പോ അവരവിടെ താമസിച്ചുകൊണ്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ എടുക്കുന്നവരാവാം. അല്ലെങ്കിൽ ചിലപ്പോ ആ ഫോറിനേഴ്സ് എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിന് പുറത്തെവിടെയെങ്കിലും സ്റ്റേ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിലേക്ക് വരുന്നവരുണ്ടാവും. അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ളവരും ആയിക്കോട്ടെ അവരോട് അഡ്വൈസ് ചെയ്യേണ്ട കാര്യമാണ് FRRO ഡൽഹിയിൽ അവർ സ്വന്തമായിട്ട് സ്വയമേ തന്നെ അവര് രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഒരു ഫോറിനർ എന്ന് പറയുന്നത് നമുക്കറിയാം അത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ല അല്ലെ. അപ്പൊ അവര് വരുന്ന സമയത്ത് അത് ഈ ഒരു FRRO ഡൽഹിയിലേക്ക് അവർ സ്വമേധയാത് ഇത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം നിർബന്ധമാണ്. നിയമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിയമം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവരോട് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്യുകയും വേണം, സി ഫോംസ് സബ്മിറ്റ് ചെയ്യുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? മിസ് പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. Next, if the foreign patient or his attendant is not staying in the hospital, then also they should be advised of the necessity of sending C form through the owner of the premises or hotels where they are staying. അതുപോലെ തന്നെ ഇപ്പൊ ചില പേഷ്യൻസ് ഹോസ്പിറ്റലിൽ താമസിക്കില്ല അല്ലെ. ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും ചിലപ്പോൾ അവർക്ക് താമസ സൗകര്യങ്ങൾ ഇഷ്ടമാവില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലിലോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഹോട്ടൽസ് അങ്ങനെയുള്ള ലോഡ്ജുകൾ അങ്ങനെയുള്ള എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുക അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ അവർ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരും. അതേസമയം അവർ എന്തായിരിക്കും? സ്റ്റേയിങ് ഇൻ ദ ഹോസ്പിറ്റൽ. ദെൻ ഓൾസോ എന്താണ്? സെൻഡിങ് സി ഫോം. എന്താണ്? ദേ ഷുഡ് ബി അഡ്വൈസ്ഡ് ഓഫ് ദ നെസസിറ്റി ഓഫ് സെൻഡിങ് സി ഫോം. അവർ എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ ഓണറിൽ, ഹോട്ടലിലായിക്കോട്ടെ ലോഡ്ജിലായിക്കോട്ടെ എവിടെയാണോ അവർ താമസിക്കുന്നത് അതിന്റെ ഓണറിനോട് നമ്മൾ ഹോസ്പിറ്റലുകാർ അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യുക? സി ഫോംസ് സെൻഡ് ചെയ്യുക. ആ ഓണറുടെ ഇപ്പൊ ഹോസ്പിറ്റലല്ല താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുന്നു? ആ ഓണറും ഈ പറയുന്ന പോലെ ഇവിടെ ഇന്ന ആളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് സി ഫോംസ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആൻഡ് filling the said C form in the duty of our PRO officer or in his absence is the duty of the international desk mentioned above. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിൽ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ്? PRO ഓഫീസറുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആബ്സെൻസിലാണെങ്കിൽ, ഇതിന്റെ പ്രസൻസിൽ അദ്ദേഹം ലീവാണ്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അവിടെ ആദ്യം ആ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർനാഷണൽ ഡെസ്ക് ഉണ്ടായിരിക്കും. അന്താരാഷ്ട്ര ഡെസ്ക്, ആ ഒരു ഇന്റർനാഷണൽ ഡെസ്ക് ആണത് കൈകാര്യം ചെയ്യുന്ന ചുമതലയുണ്ടാവുക. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫില് ഒരു ഹോസ്പിറ്റലിന് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് ഒരു ഫോറിനർ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ, അത് ചിലപ്പോൾ ട്രീറ്റ്മെന്റിനോ കൺസൾട്ടേഷനോ എന്തിനോ ആയിക്കോട്ടെ, എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഫോറിനേഴ്സ് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്, സ്റ്റേ ചെയ്യുകയാണ്, എങ്ങനെയോ ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ള ടൈം പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ 2 വീക്കിനുള്ളിലായിരിക്കും, 7 ഡേയ്സിനുള്ളിൽ പറയാറുണ്ട്. അങ്ങനെ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ പൗരന്മാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ
റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും സി ഫോമിലൂടെ FRRO ഡൽഹി ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് സി ഫോമിലൂടെ സബ്മിറ്റ് ചെയ്ത് അറിയിക്കുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിലെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ് ആ വരുന്ന ഫോറിനേഴ്സ് പേഷ്യൻസിനോട് അവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാവാം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ പുറത്ത് താമസിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരും ആകാം. അവരോട് അഡ്വൈസ് ചെയ്യേണ്ടത് അവർ സ്വയമേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ FRRO ഡൽഹിയിലേക്ക് അവർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു ഫോറിനർ ആണ്, ഔട്ട്സൈഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് എന്ന് അവർ സ്വയമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിർബന്ധിക്കുക അല്ലെങ്കിൽ അവരോട് അഡ്വൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ സി ഫോംസും സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. Then, if the foreign patient or his attendant is not staying in the hospital, ഇനിയിപ്പോ ആ ഫോറിൻ പേഷ്യന്റ് അല്ലെങ്കിൽ അറ്റൻഡന്റ് അവര് ഹോസ്പിറ്റലിൽ അല്ല സ്റ്റേ ചെയ്യുന്നത്, അവരോടൊപ്പം അവരെ ആരെയാണ് പിന്നെ സി ഫോം സബ്മിറ്റ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ അല്ല സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു ഓണർ ഏത് ഹോസ്റ്റലിലാണോ അല്ലെങ്കിൽ ഹോട്ടലിലാണോ അല്ലെങ്കിൽ ലോഡ്ജിലോ എവിടെയാണോ അവർ താമസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഓണർ നിർബന്ധമായിട്ടും സി ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പുറമെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, അവിടെയൊക്കെ ഒരുപാട് ആളുകൾ പേയിങ് ഗസ്റ്റുകൾ പോലെ നമ്മൾ ടൂറിസ്റ്റുകളേക്ക് താമസിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ ഒരു ലോഡ്ജ് ആയിക്കോട്ടെ അവരെല്ലാം നിർബന്ധമായിട്ടും ഈ സി ഫോംസ് ഒരു ഹോസ്പിറ്റലിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ, സി ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ സ്വയമേ അവര് രജിസ്റ്ററും ചെയ്യണം. ഈ പറയുന്ന അവര് താമസിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ആരാണോ അവര് സി ഫോംസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഹോസ്പിറ്റൽ പരമായിട്ട് നോക്കുമ്പോൾ ഈ സി ഫോംസ് സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി അവരുടെ PRO ഓഫീസർക്കായിരിക്കും. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ഡെസ്ക് ആണ് ആ ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ടത്. വേഗം ഒന്ന് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കി. ക്ലിയറാണോ? കംപ്ലീറ്റ് ആയി എല്ലാവരും വായിച്ചു? Okay. Then next, when should a host submit his form C or C forms? എപ്പോഴാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്? Any person hosting a foreign guest for monetary consideration in India, even for a few hours, should submit C form. ഒന്നല്ലെങ്കിൽ ചെയ്തിട്ടേ any person, അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഹോസ്റ്റിംഗ് എ ഫോറിൻ ഗസ്റ്റ് ഫോർ മോണിറ്ററി കൺസിഡറേഷൻ, പണപരമായിട്ടുള്ള പരിഗണനയ്ക്കായിട്ട് അല്ലെ. നമുക്കറിയാം ഒരു ഫോറിൻ ഗസ്റ്റിനെ നമ്മൾ വെറുതെ താമസിപ്പിക്കുന്നതല്ല, പെയിങ് ഗസ്റ്റുകളൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നല്ലൊരു പേയ്മെന്റ് കിട്ടും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ലേ എല്ലാവരും താമസിപ്പിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഒരു ലോഡ്ജ് ആയിക്കോട്ടെ റിസോർട്ടുകൾ ആയിക്കോട്ടെ അവിടെയൊക്കെ ഒരു പണപരമായിട്ടുള്ള ഒരു മണി മേക്കിംഗ് എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു താമസം അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ പണപരമായിട്ടുള്ള ഏതൊരു പരിഗണനയിലും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യയില് ഒരു ഫോറിൻ ഗസ്റ്റിനെ, ഒരു വിദേശ അതിഥിയെ ഇവൻ ഫോർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മള് ഹോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അവരെ താമസിപ്പിച്ചാൽ ഷുഡ് സബ്മിറ്റ് സി ഫോം. അവര് നിർബന്ധമായിട്ടും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കുറച്ച് മണിക്കൂറുകളാണ് അവരെ താമസിപ്പിച്ചതെങ്കിൽ പോലും അവര് സി ഫോം സബ്മിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ സബ്മിഷൻ ഓഫ് സി ഫോംസ് ആൻഡ് മെയിന്റനൻസ് ഓഫ് ഗസ്റ്റ് രജിസ്റ്റേഴ്സ് stems from the first point underline ചെയ്തിട്ടായിരുന്നു. Then second point underline ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വായിക്കുന്ന പോയിന്റ് ഒന്ന് underline ചെയ്തിട്ടുണ്ടേ. The submission of C forms and maintenance of guest registers that stems from the
Foreigners Act 1946 and Registration of Foreigners Rules 1992. ഇവിടെ ഒരു സി ഫോംസ് സബ്മിഷൻ നടത്തണം. അതുപോലെ തന്നെ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോഡ്ജിലേക്കോ ഒക്കെ നമ്മൾ വരുമ്പോ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് അവർ രജിസ്റ്റർ ചെയ്യാറ് അല്ലെ, നമ്മൾ എഴുതി വെക്കാറുണ്ട്, ചെയ്യാറില്ലേ? ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ നമ്മൾ നമ്മുടെ ID കാർഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഗസ്റ്റിന്റെ രജിസ്റ്റേഴ്സ് അവർ സൂക്ഷിക്കും ഇല്ലേ? അപ്പൊ അതുപോലെ ഇപ്പൊ ഈ പറയുന്ന ഫോറിനേഴ്സ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അവിടുത്തെ ഗസ്റ്റ് ആരൊക്കെയാണ് ഗസ്റ്റുകളായിട്ട് വരുന്നത് അവരുടെ രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സി ഫോംസ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിൽ നിന്ന് വന്നതാണ്? 2 ആക്ടുകളുടെ പിൻബലത്തോടു കൂടി വന്നതാണ്. അതിൽ 2 ആക്ടുകളാണ് ഫോറിനേഴ്സ് ആക്ട് 1946 അതുപോലെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992. ഈ 2 ആക്ടുകളുടെ പ്രാബല്യത്തിലാണ് ഇത് നിയമം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി വളരെ നിർബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് ഫസ്റ്റ് ആക്ട് ആണ് ഫോറിനേഴ്സ് ആക്ട് 1946. ഫോറിനേഴ്സ് ആക്ട് 1946 പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഈ ഒരു നിയമം ഒരു അധികാരം കൊടുക്കാണ്, ഒരു പവർ കൊടുക്കാണ്. എന്തിനുള്ള പവർ ആയിരിക്കും? കാരണം ഇവിടെ പ്രധാനമായിട്ടും ഒരു ഫോറിനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ല അല്ലെ. അപ്പൊ അങ്ങനെ അല്ലാത്ത ഏതൊരു വ്യക്തിയും ഫോറിനേഴ്സ് ആണ് അല്ലെ. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഏതൊരു വ്യക്തിയും ഫോറിനേഴ്സ് ആണ്. അപ്പൊ അവർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവർ വരുമ്പോൾ കൃത്യമായിട്ട് അവരുടെ രജിസ്ട്രേഷൻ നടത്തണം അല്ലെ. കൃത്യമായിട്ട് അവരുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. കൃത്യമായിട്ട് അവരുടെ രജിസ്ട്രേഷൻ നടത്തണം. കൃത്യമായിട്ട് ഇതുപോലെ ആരാണോ അവർ താമസിപ്പിക്കുന്നത് അവര് സി ഫോംസ് സബ്മിറ്റ് ചെയ്യണം. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ താമസം എവിടെയാണ്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മുടെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പൊ ഇപ്പൊ ഒരു സ്ഥലത്ത് താമസിച്ചു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെ അവർ താമസിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താല് നേരെ അവർ എവിടേക്കാണ് പോകുന്നത്, ഏതൊക്കെ വഴിയിലാണ് അവരുടെ താമസം, എവിടേക്കാണ് അത് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ എന്താണ് ഏത് വ്യക്തി ഫോറിനേഴ്സ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഏത് വ്യക്തിയും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാല് അവർ നിർബന്ധമായിട്ടും FRROയില് രജിസ്റ്റർ അവർ സ്വമേധയാ രജിസ്റ്റർ ചെയ്യണം. അത് കുറച്ച് സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ എന്ന് അവർ ഇവിടുന്ന് തിരിച്ചു പോകും, എവിടേക്കാണ് അവരുടെ മൂവ്മെന്റുകൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതുപോലെ ഇപ്പൊ സി ഫോംസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല, ചെയ്യാത്ത ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, അങ്ങനെയൊക്കെ അത് പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ പെനാലിറ്റിയും അതുപോലെ പിഴയും കാര്യങ്ങളും ശിക്ഷയൊക്കെ നടപ്പിലാക്കാനും ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു അധികാരം നൽകുന്ന നിയമമാണ് ഫോറിനേഴ്സ് ആക്ട് 1946 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന്റെ 2ന്റെ പേരുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാറുണ്ട് അല്ല. 2 അടുത്തത് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ് 1992. രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ് 1992 എന്ന് പറയുന്നത് ഫോറിനേഴ്സ് നമ്മൾ ഇന്ത്യയിലേക്ക് എന്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവിടെ രജിസ്ട്രേഷൻ ഓഫീസിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ടൈം പീരീഡിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലും പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആരാണോ ഇത് ബന്ധപ്പെട്ട അതോറിറ്റി അവരോട് ഇവർ കൃത്യമായിട്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ സ്വമേധ രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ സി ഫോംസും രജിസ്റ്റർ ചെയ്യണം. പുതിയതായിട്ട് അവർ ഏതെങ്കിലും ഒരു പ്ലേസിൽ എത്താണ്, ഒരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അതും അതോറിറ്റിയെ അറിയിക്കണം, റിപ്പോർട്ട് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള പിന്നെ എന്നാണ് അവർ ഡിപ്പാർച്ചർ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സിറ്റ് പെർമിറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഒരു FRRO ഡൽഹിയുടെ കീഴിൽ ഒരു അധികാരമുണ്ട്. ആ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരെ സമീപിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ
ചെയ്തിരിക്കണം എന്നുള്ളതാണ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനർ സ്കൂൾ 1992 പറയുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിന്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശക്തമായിട്ടുള്ള ബലത്തിലാണ് CFOMS അതുപോലെ തന്നെ ഗസ്റ്റ് രജിസ്റ്റേഴ്സും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ CFOMS സബ്മിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു സെന്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. The submission of CFOMS and maintenance of guest registers stems from the Foreigners Act 1946 and registration of Foreigners Rules 1992. Clear ആണോ? ആ രണ്ട് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? Okay. That these requirements extend across India and apply to all persons who accommodate foreign guests for monetary consideration, including hotels, guest houses, lodging houses, etc. ഈ ഒരു റിക്വയർമെന്റ് അതായത് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതൊരു വ്യക്തി അപ്ലൈ ടു ഓൾ പേഴ്സൺസ് ഹു അക്കോമഡേറ്റ് ഫോറിൻ ഗസ്റ്റ്, അതായത് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും ഫോറിനേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അതായത് മൊണറ്ററി കൺസിഡറേഷൻ പണപരമായിട്ടുള്ള പരിഗണനയ്ക്കായിട്ട് അല്ലെങ്കിൽ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു വ്യക്തിയും ഫോറിനേഴ്സിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ, താമസിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഇപ്പൊ ഹോട്ടലുകളിൽ താമസിപ്പിക്കാറുണ്ട്, ഗസ്റ്റ് ഹൗസുകളിൽ താമസിപ്പിക്കാറുണ്ട്, ലോഡ്ജ് ഹൗസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ അവിടെ നമ്മൾ താമസിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ എല്ലാ വ്യക്തികൾക്കും ഈ പറയുന്ന റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. CFOMS സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമം കൂടി ആയതുകൊണ്ട് അവിടെയുള്ള ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. And the CFOM mechanism help the authorities locate and track foreigners in India to enhance security and safety. our സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു CFOM മെക്കാനിസത്തിലൂടെ നമുക്ക് നമ്മുടെ അതോറിറ്റികൾക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് എന്തിനു സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്? ലൊക്കേറ്റ് ആൻഡ് ട്രാക്ക് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിനേഴ്സ് എവിടേക്കാണ് താമസിക്കുന്നത്, അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, അല്ലെ? കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്താനും സാധിക്കുന്നു, അല്ലെ? ഒരാൾ ഒരു ഫോറിനർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്താൽ ഉടനെ അവർക്ക് CFOMS നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരുടെ ഒരു മൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പൊ നമ്മുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ നമ്മുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മുടെ രാജ്യത്തിന് നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. അതാണ് അവർ ചോദിക്കാറുണ്ട്. അടുത്ത സെന്റൻസ്, ഫെയിലിയർ ടു കംപ്ലീറ്റ് വിത്ത് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് കുഡ് റിസൾട്ട് ഇൻ ഫൈൻസ് ആൻഡ് ഇംപ്രിസൺമെന്റ് ഓഫ് അപ് ടു 5 years. ഈ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കാതെ വന്നാൽ, അതായത് CFOMS സബ്മിറ്റ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ഫോറിനേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ, അതായത് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നമ്മൾ പാലിക്കാതെ വന്നാൽ കുഡ് റിസൾട്ട് ഇൻ ഫൈൻസ് ആൻഡ് ഇംപ്രിസൺമെന്റ്, ഫൈനുകളും പിഴകളും അതുപോലെ തന്നെ ശിക്ഷകളും ഒക്കെ 5 വർഷം വരെയും ശിക്ഷയൊക്കെ ലഭിക്കാവുന്ന കുറ്റമാണത്. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിഴയും ശിക്ഷയൊക്കെ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഹൗ ക്യാൻ ഐ ഗെറ്റ് എ CFOM? നമുക്ക് എങ്ങനെ ഒരു CFOM ലഭിക്കാം? CFOM ഫോർ അഡ്രസ് പ്രൂഫ് ഓഫ് ഇന്ത്യ from in India, please visit ഈ ഒരു നമ്മുടെ ആ ഒരു എന്താണ് വെബ്സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ, ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു CFOMS കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ഈ CFOMS കിട്ടുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു അഡ്രസ് പ്രൂഫും കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഫോം C അല്ലെങ്കിൽ CFOMS. ഇത് ഇന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി ലെങ്തി ആയിട്ട്, ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്.
ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണേ. തേർഡ് വൺ ആണ് മെഡിക്കൽ കൺസേൺ ഫോം. മെഡിക്കൽ കൺസേൺ ഫോം അല്ലേ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ കൺസേൺ ഫോം സമ്മതപത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സമ്മതം ചോദിക്കാറുണ്ട് അല്ലെ. ഒരു മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറഞ്ഞാൽ ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഇൻഫോർമഡ് കൺസേൺ പ്രോസസ് ഈസ് ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ്. എപ്പോഴും ഒരു മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു സമ്മതം പത്രം സൈൻ ചെയ്ത് കൊടുക്കുന്നത്? നമ്മളോട് കൃത്യമായി എല്ലാ ഇൻഫോർമേഷൻസും പറഞ്ഞു തന്നതിന് ശേഷം അല്ലെ, അങ്ങനെയല്ലേ? ഒരു പുതിയ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സർജറി, ഇപ്പൊ അവർക്ക് ഒരു പെട്ടെന്ന് ഒരു സർജറി ആവശ്യമാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ആ പറയുന്ന പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോടോ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് നൽകിയിരിക്കണം അല്ലെ. ആ പ്രൊസീജിയർ ചെയ്തതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവുമെങ്കിൽ അതും പറയണം അല്ലെ. രണ്ട് കാര്യങ്ങളും, നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അത് സമ്മതമാണെങ്കിൽ അവർ ഈ ഒരു കൺസേൺ ഫോം സൈൻ ചെയ്ത് നൽകുകയാണ് ചെയ്യുക. അപ്പൊ ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഇൻഫോർമഡ് കൺസേൺ പ്രോസസ് അല്ലെ, ആ ഒരു ഇൻഫർമേഷൻസ് നൽകിയിട്ട് നമ്മൾ അവരിൽ നിന്ന് സമ്മതം വാങ്ങുന്ന ഒരു പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പേഷ്യൻസിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. എ കൺസേൺ ഫോം ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് that ensures an ongoing communication process between you and your health care provider. അപ്പോൾ ഒരു മെഡിക്കൽ കൺസേൺ ഫോം ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. that ensures an ongoing communication. അപ്പൊ ഈ ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു കൺസേൺ ഫോം നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ പറ്റുന്നത്, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും നമ്മളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും. കാരണം എന്താ, നമ്മളൊരു കാര്യത്തിന് സമ്മതം നൽകണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരിക്കും. അതിന് പൂർണ്ണ സമ്മതമാവുമ്പോഴാണ് നമ്മളത് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കൺസേൺ ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ അതൊരു നിയമപരമായിട്ടുള്ള രേഖയായി മാറുന്നു. അതിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും നമ്മളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു. അപ്പൊ ഇതൊരു നിയമപരമായ രേഖയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതൊരു നിയമപരമായ, പിന്നീട് നമുക്ക് ഇതിന്റെ ഒരു വാലിഡിറ്റി എന്തെങ്കിലും ഉണ്ടോ? കൺസേൺ ഫോം അല്ലെങ്കിൽ മെഡിക്കൽ കൺസേൺ ഫോമിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കാം? എന്തായിരിക്കാം ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടായാൽ അല്ലെ, ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണ സമ്മതമാണ് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ തന്നെയായിരിക്കും ഏറ്റെടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ സർജറീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും, ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഒരുപാട് കേസുകളൊക്കെ അങ്ങനെ വരാറുണ്ട് അല്ലെ. എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാല് ഇവരിൽ നിന്ന് പൂർണ്ണ സമ്മതം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ആ ഹോസ്പിറ്റലുകാർക്ക് ഈ ഒരു കൺസേൺ ഫോം വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തൊരു ലീഗൽ ഇഷ്യൂസ് വന്നാലും അവർക്ക് ഈ ഒരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് വെച്ചിട്ട് അവർക്കത് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മെഡിക്കൽ കൺസേൺ ഫോമിന്റെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോക്കാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ കൺസേൺ ഫോമിന്റെ ആ ഒരു ഫോമില് ഫസ്റ്റ് തന്നെ ആരാണ് അദ്ദേഹം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് ജനിച്ചു, എവിടെയാണ്, ഹിയർ ബൈ കൺസേൺ ടു ദ ഫോളോയിങ് മെഡിക്കൽ കെയർ, താഴെ പറയുന്ന മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട സമ്മതം കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. വൈൽ സെറ്റ് ഇൻഡിവിജ്വൽ ഈസ് അണ്ടർ ദ കെയർ ഓഫ് ഇന്ന ഡോക്ടേഴ്സിന്റെ കീഴിൽ ഇന്ന ഹോസ്പിറ്റലില് ഇന്ന സിറ്റിയിലുള്ള ഇന്ന സ്റ്റേറ്റിലുള്ള ഇന്ന ഹോസ്പിറ്റലില് കെയറിന്റെ അണ്ടറിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് ഇപ്പൊ എക്സ്റേ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കൺസേൺ ഫോം ആവാം, അനസ്തീഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, മെഡിക്കൽ സർജിക്കൽ ഓർ ഡെന്റൽ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കൺസേൺ ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കെയറുമായി ബന്ധപ്പെട്ടോ മറ്റെന്താണോ എന്തിനു വേണ്ടിയിട്ടുള്ള കൺസേൺ ഫോം ആണോ അതവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കാം.
അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനികൾ, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഉള്ളവരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പറയുന്നത്. അവർക്ക് ഇൻഷുറൻസ് കമ്പനി ഏതാണ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അവരുടെ പോളിസി നമ്പർ ഏതാണ്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്, ആപ്ലിക്കബിൾ ബാധകമാണെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ വേണ്ട. The undersigned shall be liable and agrees to pay all costs and expenses incurred in connection with such medical and dental services rendered. ഇപ്പൊ താഴെ ആരാണോ ഇവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ പാരന്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആവാം, സൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അവരുടെ ആ താഴെ സൈൻ ചെയ്യുന്ന വ്യക്തി ആരാണോ, ആ താഴെ ഒപ്പിട്ട വ്യക്തി എന്തിന് ബാധ്യസ്ഥനാണ്? ഈ പറയുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചിലവുകള്, എക്സ്പെൻസ് ഒക്കെ എത്രത്തോളമായോ അതെല്ലാം പേ ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്നാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. And should it be necessary for the undersigned to return home, the undersigned shall assume all transportation cost. അതുപോലെ തന്നെ ഈ പേഷ്യന്റിനെ അവർക്ക് തിരിച്ച് ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ വീട്ടിലേക്ക് റിട്ടേൺ ഹോമിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സ്വമേധയാ വഹിച്ചു കൊള്ളാം എന്നാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ദിസ് ഓതറൈസേഷൻ ഈസ് എഫക്റ്റീവ് എന്ന് മുതലാണ് ഈ ഒരു സമ്മതം നമ്മുടെ ആക്റ്റീവ് ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നത് ഡേറ്റ് ഇന്ന് മുതൽ ഇത്ര ദിവസം വരെ എന്നുള്ളൊരു ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കും കേട്ടോ, ആ ഒരു പീരീഡ് അത് കൊടുക്കും. അതിനുശേഷം ആരാണോ ആ ഒരു സമ്മതം നൽകുന്നത്, നെയിം ഓഫ് പാരന്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ, അവരുടെ പേര്, അവരുടെ സിഗ്നേച്ചർ, ഡേറ്റ്, അതോടൊപ്പം തന്നെ ഇത് സൈൻ ചെയ്ത് കൊടുക്കുന്നത് വിറ്റ്നസ് ഉണ്ടാവും ഒരാള്. ഇത് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വിറ്റ്നസ് ആയിട്ടുള്ളവര് ആരാണോ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ, ഡേറ്റും കൂടി അതിൽ രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വിറ്റ്നസ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് നിയമപരമായിട്ടുള്ള രേഖയായിട്ട് ഇത് പരിഗണിക്കാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി മെഡിക്കൽ കൺസേൺ. എന്താണ് ചോദിച്ചത്? ഫസ്റ്റ് പേഷ്യന്റ് നെയിം ആണ് കേട്ടോ, ആരാണോ അദ്ദേഹത്തിന്റെ പേരാണ് ഇത് കേട്ടോ, ആ പേഷ്യന്റിന്റെ നെയിം ആണ് കേട്ടോ ആദ്യം, ഗാർഡിയന്റെ നെയിം ലാസ്റ്റ് കേട്ടോ. ആ ഗാർഡിയന്റെ നെയിം നമ്മൾ സൈൻ ചെയ്യുന്നത് നെയിം ഓഫ് പാരന്റ് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കുമല്ലോ അത് സൈൻ ചെയ്ത് കൊടുക്കുക. പേഷ്യൻസിനെ കൊണ്ടായിരിക്കുമല്ലോ സാധാരണ ലീഗൽ നെയിം ഓഫ് പാരന്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ തന്നെ ആയിരിക്കും. അപ്പൊ അവരുടെ പേര് ലാസ്റ്റ് കൊടുക്കുള്ളൂ. ആദ്യം അദ്ദേഹത്തിന്റെ പേരായിരിക്കും, ഏത് പേഷ്യന്റ് ആണോ അദ്ദേഹത്തിന്റെ പേരായിരിക്കും കേട്ടോ, ഏത് വർഷം ഫോൺ ചെയ്തു അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസിന്റെ കൊടുക്കുക കേട്ടോ. ഏത് സ്റ്റേറ്റില് ഏത് സിറ്റിയിലുള്ള ഹോസ്പിറ്റലായിട്ടുള്ള അതിന്റെ കീഴിലാണ് അവര് മെഡിക്കൽ കെയർ എടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലിന്റെ പേര്, സ്റ്റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ആദ്യത്തെ ഭാഗത്ത് ഏത് എക്സാമിനേഷൻസ് ആണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
കംപ്ലീറ്റ് ആയോ വായിച്ച്? ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ പറയട്ടെ, ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് സമ്മറി. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡിസ്ചാർജ് സമ്മറി. A discharge summary is a handover document that explains to any other healthcare professional why the patient was admitted, what has happened to them in hospital, and all the information that they need to pick up the care of that patient quickly and efficiently. വേഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ എഴുതി വെച്ചോട്ടോ, നോട്ട് ചെയ്യണം കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറി എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു കൈമാറ്റ രേഖയാണ് അല്ലെ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻസ് ടു എനി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പൊ നമുക്കൊരു ഡിസ്ചാർജ് സമ്മറി, ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും എന്തിനു വേണ്ടിയാണ് ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയെന്ന് മനസ്സിലാവും അല്ലെ. അതുപോലെ വാട്ട് ഹാസ് ഹാപ്പൻ ടു ദം ഇൻ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സ് ഒക്കെ കൊടുത്തപ്പോ അവർക്ക് എന്തൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായി എന്ന് മനസ്സിലാവും. അതുപോലെ ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ നീഡ് ടു പിക്ക് അപ്പ് ദ കെയർ ഓഫ് ദാറ്റ് പേഷ്യന്റ്, ആ പേഷ്യൻസിന്റെ പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസിനെയും കുറിച്ച് നമുക്ക് മനസ്സിലാവും. ആൻഡ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ആ പേഷ്യൻസിന്റെ വളരെ നല്ല രീതിയിൽ, വളരെ എളുപ്പത്തിൽ, പെട്ടെന്നും വളരെ എഫിഷ്യന്റ് ആയിട്ട്, കാര്യക്ഷമമായിട്ട് അവർക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി വന്നു, എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തു, എന്തൊക്കെ ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്തപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു, പ്രോഗ്രസ് ആയോ, അതല്ലെങ്കിൽ അവർക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ലേ, അതുപോലെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്യാനുണ്ടായ കാരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു കൈമാറ്റം ചെയ്യുന്ന രേഖയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ഡിസ്ചാർജ് സമ്മറി എന്താണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ അതുപോലെ ഇനി ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ പ്രധാനമായിട്ടും 6 കമ്പോണൻസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. 6 കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 കമ്പോണൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഫസ്റ്റ് വൺ, റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ എത്താനുണ്ടായ കാരണം എന്താണ് അല്ലെ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ് പ്രൈമറി പ്രസന്റിംഗ് കണ്ടീഷൻ, അതായത് അവരെ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ആ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ സുപ്രധാനമായിട്ടുള്ള എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് അത്. അതുപോലെ പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റുകളും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. പേഷ്യൻസ് ഡിസ്ചാർജ് കണ്ടീഷൻ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്താണ്. അതുപോലെ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ് ആസ് അപ്രോപ്രിയേറ്റ്. ഇപ്പൊ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന പോകുന്ന പേഷ്യൻസിനോട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, പേഷ്യൻസിനോടും അവരുടെ ഫാമിലിയിലുള്ള ആളുകളോടൊക്കെ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ. ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ചിലർക്ക് ഡയറ്റ് ഫോളോ ചെയ്യണം, ചിലർക്ക് എക്സസൈസ് പോലുള്ള ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യണം ഇല്ലേ. അങ്ങനെയുള്ള ഫോളോ അപ്പുകൾക്ക് ഇന്ന ദിവസങ്ങളിൽ വരണം, അങ്ങനെയൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. അത് ഉചിതമായിട്ടുള്ളത് രേഖപ്പെടുത്തണം. അതുപോലെ അറ്റൻഡിങ് ഫിസിഷ്യൻസ് സിഗ്നേച്ചർ, ആ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യൻ ആരാണോ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറും ആ ഒരു ഡിസ്ചാർജ് സമ്മറി പ്രധാനമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ്, നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ഒരു രേഖയാണ്. ഇതിലൂടെ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ത് വിശദീകരിച്ച് നൽകുന്നു, ആ പേഷ്യൻസ് എന്ത് കാരണം കൊണ്ട് അഡ്മിറ്റ് ആയി, ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേഷ്യന്റിന് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് നമ്മൾ നൽകിയിട്ടുള്ള പ്രൊസീജിയേഴ്സും കെയറും എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള 6 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ എത്താനുള്ള കാരണം എന്താണ്. ഇനി ആ ഹോസ്പിറ്റലിൽ പ്രൈമറി പ്രാഥമികമായിട്ട് ആ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോ ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങള്, സുപ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് നമ്മൾ നടത്തിയത്, അതിനനുസരിച്ച് എന്തൊക്കെ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റുകളും അവർക്ക് നൽകി, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയാണ്, പേഷ്യൻസിനോടും ഫാമിലിയോടും എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്നത്, അതുപോലെ അവർ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻസിന്റെ സിഗ്നേച്ചർ. ഈ 6 കമ്പോണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കും. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്. ഈ 6 കമ്പോണൻസ് ഏതൊക്കെയാണ്, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറിയിലെ കമ്പോണൻസിൽ ഉൾപ്പെടുന്നവ ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. രണ്ട് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ആ ഒരു ഫോമാറ്റ് നോക്കിക്കോട്ടോ. ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു ഫോമാറ്റ് ആണ്. മുകളിൽ നമ്മുടെ ലോഗോ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ലോഗോയും പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിരിക്കും. അതിനുശേഷം ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ടുണ്ടാവും. ഇനി ആ ഒരു ഡിസ്ചാർജ് സമ്മറി പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ്, ആ ഒരു ഫെസിലിറ്റിയുടെ പേര്, പേഷ്യൻസിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓർ ഡേറ്റ്, ഏത് ടൈമിലാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ഡേറ്റ് ഏതാണ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് നമ്മൾ അഡ്മിഷൻ എടുത്ത ദിവസം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, എന്നാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഏത് ഫെസിലിറ്റിയാണ്, പേഷ്യൻസിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് ഡേറ്റ് ആൻഡ് ടൈം, എപ്പോഴാണോ ആ സമയം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് നമ്മൾ അഡ്മിഷൻ എടുത്തത്, എന്നാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഡയഗ്നോസിസ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതി വെക്കും. അതുപോലെ അടുത്തത് പ്രൊസീജിയേഴ്സ് ആൻഡ് തെറാപ്പി, എന്തൊക്കെ പ്രൊസീജിയേഴ്സും തെറാപ്പീസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതും. അതുപോലെ തന്നെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എത്തും. ഇന്ന ഡോക്ടേഴ്സാണ് കൺസൾട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് പ്രസക്തമായിട്ടുള്ള പെർട്ടിനന്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രസക്തമായിട്ടുള്ളവരുടെ ചരിത്രം, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ഹിസ്റ്ററി വളരെ ബ്രീഫ് ആയിട്ട് ചുരുക്കി എഴുതും. അതുപോലെ തന്നെ ലാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. കണ്ടീഷൻ ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പൊ ആദ്യം വന്ന സമയത്ത് ചിലപ്പോ അവർക്ക് എന്തായിരിക്കും, ആ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അത് ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രസ്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു കണ്ടീഷൻ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവിടെ രേഖപ്പെടുത്തുക. അതുപോലെ ഡിസ്പൊസിഷൻ, അതുപോലെ അതിന്റെ ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എന്താണ്, ഡിസ്ചാർജ് ടു, ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കായിരിക്കും, ഹോമിലേക്കായിരിക്കും കൊണ്ടുപോവുക, ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ മറ്റെവിടെയെങ്കിലും കെയർ കൊടുക്കുന്ന ഫെസിലിറ്റിയിലേക്കാണോ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ എവിടേക്കാണുള്ളത്. അതുപോലെ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, DME എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻസ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഹോം ഹെൽത്ത് സർവീസുകൾ ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, FOU ആക്ട് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പുകൾ, അനുയോജ്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ നടത്തേണ്ട ദിവസങ്ങളാണെങ്കിൽ അത് 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 2 വീക്ക് കഴിഞ്ഞോ, അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ മെഡിസിൻസ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നതാണ്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കാര്യങ്ങളുണ്ടാവും. ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർണയങ്ങളാണ് നടത്തിയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയർ
പ്രൊസീജിയേഴ്സ് തെറാപ്പികൾ കൊടുത്തു, എന്തൊക്കെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു, കൺസൾട്ടേഷൻ ഏതൊക്കെ ഡോക്ടേഴ്സാണ് നടത്തിയത്, അവരുടെ പ്രസക്തമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാവോ, ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ, അതുപോലെ ആ ഒരു രോഗത്തിന്റെ സ്വഭാവം, എങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഡയറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻസ് പറഞ്ഞിട്ടുണ്ടോ, ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ ഹോം ഹെൽത്ത് സർവീസുകളുണ്ടോ, അതുപോലെ തന്നെ ഫോളോ അപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, മെഡിസിൻസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇത്രയും ഒരു ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു 6 കമ്പോണൻസും അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്നും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് മിസ് അടുത്ത ക്ലാസ്സിൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് എടുക്കുക. ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.